നട്ടെല്ലുള്ള ചാൻസലർ വന്നപ്പോഴാണ് സർവകലാശാലകളിൽ ശുദ്ധികലശം നടന്നതെന്ന് ABVP. ഗവർണർ ചാൻസലറാണ്, സഖാവല്ല എന്നുള്ളത് SFIക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. SFIക്ക് താരാട്ടുപാട്ട് പാടുന്ന പോലീസ് ABVP പ്രവർത്തകരെ തല്ലിച്ചതക്കുകയാണെന്നും VCക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ABVP വ്യക്തമാക്കി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സംഭവത്തിൽ SFIക്കാരുമായി ഒത്തുകളിച്ച വൈസ് ചാൻസലർക്കെതിരെ പ്രതിഷേധവുമായി ABVP രംഗത്തെത്തിയിരുന്നു. SFIയും VCയും ചേർന്ന് നടത്തിയ ആസൂത്രണത്തിന്റെ ഭാഗമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സെനറ്റ് യോഗവും ആക്രമണവുമെന്ന് ആരോപണമുണ്ട്. SFIക്ക് താരാട്ടുപാട്ട് പാടുന്ന പോലീസ് ABVP പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തതെന്നും ABVP വ്യക്തമാക്കി. SFI കുണുവാവകളെ അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്ന നീക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. താരാട്ടുപാട്ട് പാടിക്കൊണ്ട് കരയല്ല മകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പോലീസ് ഇന്ന് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് അടക്കമുള്ള ആളുകൾ സമരം ചെയ്ത സമയത്ത് ആ സമരത്തെ എങ്ങനെയാണ് നേരിട്ടതെന്ന് മീഡിയകളിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പെൺകുട്ടികളെ അടക്കം വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രീതിയിൽ അവരവിടെ പ്രവർത്തകരോട് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളം വിടുന്നത്. നട്ടലുള്ള ചാൻസലർ വന്നപ്പോഴാണ് സർവകലാശാലകളിൽ ശുദ്ധികലശം നടന്നതും. സർവകലാശാലകൾ നിയന്ത്രിക്കേണ്ടത് AKG സെന്ററിൽ നിന്നല്ലെന്നും ABVP കൂട്ടിച്ചേർത്തു. നട്ടലുള്ള ഒരു ഗവർണർ വന്ന സമയത്ത് ചാൻസലറായി ഇരുന്ന സമയത്താണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത്. SFI അത് ഉൾക്കൊള്ളാനുള്ള പ്രയാസം കാരണമാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടലുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, സർവകലാശാലകൾ നിയന്ത്രിക്കുന്നത് AKG സെന്ററിലായി. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 8 അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ബാലൻ പുതേരി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ ഉണ്ടായത്. അതേസമയം കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. ജനം, കോഴിക്കോട്.